പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ വർഷത്തെ നോമ്പ് 7 വിഭാഗം ആളുകൾക്ക് പിടിക്കൽ നിർബന്ധം ഇല്ല. എങ്ങനെ? റമദാനിലെ ഈ വർഷത്തെ നോമ്പ് 7 വിഭാഗം ആളുകൾക്ക് പിടിക്കൽ നിർബന്ധം ഇല്ല. അത് ഏതൊക്കെയാ ഉസ്താദേ? ഒന്നാമതായി, ഹലാലായ നിർബന്ധമായ യാത്ര പോകുന്ന ആൾ. ഒരാൾ ഉംറക്ക് പോകുന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി സംബന്ധമായ അയാൾക്ക് പോയേ തീരൂ, ഒരു ഇന്റർവ്യൂ ഉണ്ട്, അത് പോയേ തീരൂ, അയാൾക്ക് നോമ്പുകാരനായിട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അയാൾക്ക് നോമ്പ് അവിടെ നിർബന്ധമില്ല. ഇത് വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. രോഗികളായ ആളുകൾ, യാത്രക്കാർ, അവർക്ക് നോമ്പ് നിർബന്ധമില്ല എന്ന് വിചാരിച്ച് അവർ പരസ്യമായി ഭക്ഷണം കഴിക്കാനും അങ്ങനെയല്ല. അവർക്ക് ഭക്ഷണം കഴിക്കാം, എങ്ങനെ? രഹസ്യമായിട്ട് വേണം ഭക്ഷണം കഴിക്കേണ്ടത്. കാരണം നോമ്പില്ലല്ലോ. പിന്നെ നോമ്പുകാരെ പോലെ കഴിയണമെന്നാണ്. പിന്നെ ഭക്ഷണം വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് രഹസ്യമാക്കണം, മറ്റുള്ളവർ കാണുന്ന രൂപത്തിലോ പരസ്യമായിട്ടോ ചെയ്യാൻ പാടില്ല. ആ കാര്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ നോമ്പുകാരന് ഇപ്പൊ റമദാനിൽ ഒരാൾക്കൊരു യാത്രയുണ്ട്, ഇപ്പോൾ റമദാനിൽ ട്രിപ്പ് പോകുന്നു, ഹിമാലയത്തിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നു, അവിടെ നിന്ന് അത് പറ്റൂല കേട്ടോ. കാരണം നമുക്ക് ഒരു ലക്ഷ്യം വേണം. ഇതെന്താണ് ലക്ഷ്യം? ഉണ്ടത് ടൂർ പോകുന്നു, ട്രിപ്പ് പോകുന്നു, അതിന്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് റമദാനിൽ നോമ്പ് കളയാൻ പറ്റൂല. ഇത് നമുക്കൊരു എന്താ പറയുക, അത്യാവശ്യമുണ്ട്, അത്യാവശ്യ ഘട്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റമദാനിൽ ആർക്കും നോമ്പ് പിടിക്കാൻ, എല്ലാവരും ടൂർ പോയി, റമദാനായി എല്ലാവരും ടൂർ പോയി, അപ്പൊ നോമ്പ് വേണ്ട, അങ്ങനെയല്ല പറഞ്ഞത്. ഹലാലായ നല്ലൊരു ലക്ഷ്യമുള്ള യാത്രയായിരിക്കണം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ യാത്രക്കാരന് നോമ്പ് നിർബന്ധമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ നോമ്പ് എന്ത് ചെയ്യണം? റമദാനിന് ശേഷം ഒരു മാസം താമസിയാതെ തന്നെ ഇയാൾ എന്ത് ചെയ്യണം? എത്രയാണോ നോമ്പ് പിടിക്കാത്തത് ആ നോമ്പ് വേഗത്തിൽ തന്നെ ഖളാ വീട്ടുകയും വേണം. അത് നിർബന്ധമാണ് കേട്ടോ, ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഇതാണ് ഒന്നാമത്തെ ആള്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ നിത്യരോഗിയാണ്, എപ്പോഴും അസുഖമാണ്, എപ്പോഴും അസുഖം. അതായത് മരുന്ന് എപ്പോഴും കഴിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കാൻ പറ്റൂല. നോമ്പ് പിടിക്കാൻ എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കാതിരുന്നാൽ ശരീരം ക്ഷീണിച്ച് ചിലപ്പോൾ മരണത്തിലേക്ക് വരെ പോവാം. അല്ലെങ്കിൽ എന്താണ്, ഭയങ്കര ക്ഷീണമാണ്, എപ്പോഴും രോഗമാണ്, പല അസുഖങ്ങളാണ്, അയാൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂല. ആയിക്കോട്ടെ, കുഴപ്പമില്ല, അയാൾക്ക് റമദാനിൽ നോമ്പ് പിടിക്കേണ്ട, രോഗിയാണല്ലോ. പിന്നെ ഇയാൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ രോഗങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇയാൾ എത്രയാണോ നോമ്പ് പിടിക്കാൻ പറ്റാതിരുന്നത് ആ നോമ്പ് ഖളാ വീട്ടണം. ചില ആൾക്കാരുണ്ടാകും, അവർക്ക് നോമ്പ് ഖളാ വീട്ടാനും പറ്റൂല, നോമ്പ് ഖളാ വീട്ടാനും പറ്റൂല. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? എത്രയാണോ നോമ്പ് പിടിക്കാൻ പറ്റാതിരുന്നത്, ചിലപ്പോൾ ഇനി റമദാൻ മൊത്തം നോമ്പ് പിടിക്കാൻ പറ്റാതിരുന്ന് കാണും, അങ്ങനെയാണെങ്കിൽ എത്രയാണോ നോമ്പ് പിടിക്കാൻ പറ്റാതിരുന്നത് അതിനനുസരിച്ച് ഒരു നോമ്പിന് 650 ഗ്രാം ഏകദേശം അരി അത് മുദ്ദായിട്ട് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു 30 നോമ്പ് പിടിക്കാൻ പറ്റില്ലെങ്കിൽ ഏകദേശം ഒരു 18 അല്ലെങ്കിൽ 19, 20 കിലോ കൂട്ടാം. 20 കിലോ അരി എന്ത് ചെയ്യുക? പാവപ്പെട്ടവർക്ക് ഒന്നിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ 10 കിലോ ആയിട്ട് കൊടുക്കാം, 5 കിലോ ആയിട്ട് കൊടുക്കാം. പാവപ്പെട്ട ആളുകൾക്ക് മുദ്ദാണ്, ഇതെന്റെ നോമ്പിന്റെ മുദ്ദാണ്, അല്ലെങ്കിൽ എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റില്ല അതിന്റെ മുദ്ദാണ്, അല്ലെങ്കിൽ അതിന്റെ വാപ്പ നോമ്പ് പിടിക്കാൻ പറ്റില്ല അതിന്റെ മുദ്ദ് അരിയാണെന്ന് പറഞ്ഞ് കൊടുക്കുക. അതാണ് രണ്ടാമത്തെ ആള്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഭ്രാന്തന്മാരാണ്, ഭ്രാന്ത് ഉള്ള ആളുകൾ, അല്ലെ, ബുദ്ധി മറഞ്ഞു പോയ ആളുകൾ, നമ്മൾ ഈ മന്ദബുദ്ധികൾ എന്നൊക്കെ പറയും, അവർക്ക് നിർബന്ധമില്ല, അവർക്ക് തക്ലീഫ് ഇല്ലല്ലോ, അവർക്ക് നിർബന്ധമില്ല, അവർക്ക് പിന്നെ ഖളാ വീട്ടേണ്ട കാര്യവും വരുന്നില്ല. പിന്നെ നാലാമത്തെന്ന് പറഞ്ഞാൽ ഹൈലുകാരി, നിഫാസുകാരി, അല്ലെ, ഹൈല് ആയ ഉമ്മമാര്, അതുപോലെ നിഫാസുകാരായ സഹോദരിമാരുണ്ടാകും, അവർക്കും റമദാനിലെ നോമ്പ് നിർബന്ധമില്ല. പിന്നെ പിന്നീട് അവർ എന്ത് ചെയ്യണം? ഖളാ വീട്ടൽ, എത്രയാണോ നോമ്പ് നഷ്ടപ്പെട്ടു പോയത് അത് ഖളാ വീട്ടൽ നിർബന്ധമാണ് കേട്ടോ. പിന്നെ മറ്റൊരു വിഭാഗം, അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ ഗർഭിണികളായ ആളുകൾ, അല്ലെങ്കിൽ മുലയൂട്ടുന്ന ആളുകൾ. അപ്പൊ അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഗർഭിണികളായ സഹോദരി അല്ലെങ്കിൽ മുലയൂട്ടുന്ന സഹോദരിമാർ, ഇവർ നോമ്പ് പിടിക്കുന്നില്ല, റമദാനിൽ ഇവർ നോമ്പ് പിടിക്കുന്നില്ല. എന്ത് കാരണം കൊണ്ട്? ഞാൻ നോമ്പ് പിടിച്ചാൽ എന്റെ വയറ്റിലുള്ള കുട്ടിക്ക്, ഞാൻ നോമ്പ് പിടിച്ചാൽ ഞാൻ പാല് കൊടുക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും. അങ്ങനെ കുട്ടിയുടെ പേരിലാണ് ഭയപ്പെട്ടത്. കുട്ടി കാരണം, കുട്ടിക്ക് എന്തെങ്കിലും, ഞാൻ നോമ്പ് പിടിച്ചാൽ കുട്ടിക്ക് എന്തെങ്കിലും പറ്റും എന്ന് വിചാരിച്ചാണ് അവർ നോമ്പ് പിടിക്കാതിരുന്നതെങ്കിൽ ഇവർ എന്ത് ചെയ്യണം? നോമ്പ് ഖളാ വീട്ടണം. അതോടൊപ്പം തന്നെ എന്താണ്, ഒരു നോമ്പ് പിടിക്കാൻ പറ്റാത്തതിന്റെ മുദ്ദ് അരി കൊടുക്കുകയും വേണം. ഇനി ഒരു ഗർഭിണിയായ സഹോദരി, അവർ നോമ്പ് പിടിക്കുന്നില്ല. കാരണം എന്താണ്? ഞാൻ നോമ്പ് പിടിച്ചാൽ എന്റെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, എന്റെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, അങ്ങനെ കരുതിയാണ് അവർ നോമ്പ് പിടിക്കാതിരുന്നതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? റമദാനിന് ശേഷം ആരോഗ്യമൊക്കെ വരുമ്പോൾ അവർക്ക് എത്രയാണോ നോമ്പ് ഖളാ ആയി പോയത് ആ ഖളാ വീട്ടിയാൽ മതി, മുദ്ദിന്റെ അരി കൊടുക്കേണ്ടതില്ല. അപ്പൊ കുട്ടിയുടെ പേരിലാണ് ഭയപ്പെട്ടതെങ്കിൽ അവിടെ ഖളാ വീട്ടണം, മുദ്ദരി കൊടുക്കണം. അത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. പിന്നെ അടുത്ത വിഭാഗം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ്, അല്ലെ, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള കുട്ടികൾ, അവർക്കും നോമ്പ് നിർബന്ധമില്ല. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി പിടിപ്പിക്കുക, അത്താഴത്തിന് എഴുന്നേൽപ്പിക്കുക, ഭക്ഷണം കഴിപ്പിക്കുക, എന്നിട്ട് എന്താണ് പരമാവധി ഒരു പോകുന്നത്രയും പോട്ടെ, കൂടുതൽ നിർബന്ധിക്കേണ്ട ചെറിയ മക്കളാണ്. അപ്പൊ നമുക്ക് അവർക്ക് ഇങ്ങനെ തീരെ പറ്റില്ല, എനിക്ക് വിശക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വെള്ളം കൊടുക്കാം. അങ്ങനെ നിർബന്ധിക്കാൻ വേണം, കാരണം അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല. അപ്പൊ അതിന് മുമ്പുള്ള ചെറിയ കുട്ടികൾക്ക് നിർബന്ധമില്ല. പിന്നെ മറ്റൊരു വിഭാഗം ആളുകളാണ് അമുസ്ലിമീങ്ങളായ ആൾ, അവർക്കും നോമ്പ് നിർബന്ധമില്ല. അവർക്ക് പിന്നെ നോമ്പ് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആ നിയമങ്ങൾ അവർക്ക് ബാധകമല്ലല്ലോ, അതുകൊണ്ട് അവർക്കും വേണ്ട. അപ്പൊ ഈ 7 വിഭാഗം ആളുകൾക്ക് ഈ റമദാനിലെ നോമ്പ് നിർബന്ധമില്ല എന്ന് നമ്മൾ പറഞ്ഞു. ചില ആളുകൾക്ക് നോമ്പ് ഖളാ വീട്ടണം, എങ്ങനെയാണ് ഖളാ വീട്ടേണ്ടത്, ചില ആളുകൾക്ക് മാത്രം മുദ്ദ് കൊടുക്കണം, അതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്.